നമസ്കാരം. PSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുമ്പോൾ നമ്മളെ കുഴപ്പിക്കുന്ന ചില വിഷയങ്ങളുണ്ട് അല്ലേ? അതിലൊന്നാണ് പവർ ഓഫ് അറ്റോർണി, മാൻഡേറ്റ്, പ്രൊബേറ്റ്. കേൾക്കുമ്പോൾ ഏതാണ്ട് ഒരുപോലെ ഇരിക്കും, പക്ഷേ ഇതിന്റെ വ്യത്യാസം അറിയുന്നതിലാണ് നിങ്ങളുടെ മാർക്ക് ഇരിക്കുന്നത്. അപ്പോൾ ഈ 3 നിയമപരമായ പ്രമാണങ്ങളെക്കുറിച്ചുള്ള എല്ലാ സംശയങ്ങളും നമുക്കിന്ന് തീർക്കാം. ഇത് കഴിയുമ്പോഴേക്കും ഈ വിഷയത്തിൽ നിങ്ങൾക്ക് നല്ലൊരു വ്യക്തത കിട്ടും, ഉറപ്പ്. ഈ ചോദ്യം നിങ്ങൾ സ്വയം ഒന്ന് ചോദിച്ചു നോക്കൂ. ഇവയെല്ലാം ആർക്കോ എന്തോ ഒരു അധികാരം കൊടുക്കുന്ന രേഖകളല്ലേ? അതെ. പക്ഷേ പരീക്ഷയിൽ ചോദ്യം വരുന്നത് ആ അധികാരത്തിന്റെ സ്വഭാവം, അതെവിടെ ഉപയോഗിക്കുന്നു, ഏത് നിയമത്തിന്റെ കീഴിൽ വരുന്നു എന്നതിനെക്കുറിച്ചൊക്കെയാണ്. ആ നിർണായക വ്യത്യാസങ്ങളിലേക്കാണ് നമ്മളിനി കടക്കാൻ പോകുന്നത്. ശരി, ഈ വിഷയത്തിലെ ആശയക്കുഴപ്പങ്ങളെല്ലാം ഒഴിവാക്കാൻ നമ്മൾ ഈ 6 ഘട്ടങ്ങളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. ആദ്യം നമ്മൾ അടിസ്ഥാന കാര്യങ്ങൾ മനസ്സിലാക്കും, പിന്നെ ഓരോ വിഷയവും, അതായത് പവർ ഓഫ് അറ്റോർണി, മാൻഡേറ്റ്, പ്രൊബേറ്റ് എന്നിവ എന്താണെന്ന് വിശദമായിട്ട് തന്നെ നോക്കും. അതിനുശേഷം ഇവ തമ്മിലൊന്ന് താരതമ്യം ചെയ്ത് അവസാനം പരീക്ഷയ്ക്ക് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ മാത്രമുള്ളൊരു സംഗ്രഹം കൂടി നോക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ 3 പ്രമാണങ്ങൾക്കും പൊതുവായൊരു കാര്യമുണ്ട്. ഒരാൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ മറ്റൊരാളെ ചുമതലപ്പെടുത്തുന്നു. പക്ഷേ പരീക്ഷയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ അറിയേണ്ടത് ഇവയുടെ സാഹചര്യങ്ങളാണ്. ഒന്ന് ഏജൻസി നിയമവുമായി ബന്ധപ്പെട്ടതാണ്, മറ്റൊന്ന് ബാങ്കിംഗ് ഇടപാടുകളിൽ മാത്രം ഒതുങ്ങുന്നു, മൂന്നാമത്തേതാവട്ടെ പിന്തുടർച്ചാവകാശ നിയമത്തിന്റെ ഭാഗമാണ്. ഈ വ്യത്യാസം മനസ്സിലാക്കിയാൽ തന്നെ പകുതി കാര്യം എളുപ്പമായി. അതെ, പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നേടണമെങ്കിൽ ഈ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് ഓരോ പ്രമാണത്തെയും എടുത്ത് ഒന്ന് കീറി മുറിച്ച് പരിശോധിക്കാം. ഏറ്റവും കൂടുതൽ അധികാരങ്ങൾ നൽകുന്ന പവർ ഓഫ് അറ്റോർണിയിൽ നിന്ന് തന്നെ തുടങ്ങാം. ശരി, അപ്പോൾ പവർ ഓഫ് അറ്റോർണി അഥവാ POA, ഇതിനെ സിമ്പിളായിട്ട് എങ്ങനെ മനസ്സിലാക്കാം? നിങ്ങളുടെ നിയമപരവും സാമ്പത്തികവുമായ എല്ലാ കാര്യങ്ങളും നോക്കി നടത്താൻ നിങ്ങളുടെ കാറിന്റെ താക്കോൽ നിങ്ങൾ വിശ്വസ്തനായ ഒരാൾക്ക് കൊടുക്കുന്നതുപോലെ സങ്കൽപ്പിക്കുക. അത്രയും വിശാലമായ അധികാരങ്ങൾ കൈമാറാൻ കഴിയുന്ന ഒരു രേഖയാണിത്. അപ്പോൾ ഈ ഇടപാടിൽ 2 പ്രധാനപ്പെട്ട ആൾക്കാരുണ്ട്. ആരാണ് അധികാരം കൊടുക്കുന്നത്? അയാളെ നമ്മൾ പ്രിൻസിപ്പൽ എന്ന് പറയും. ആർക്കാണോ അധികാരം കിട്ടുന്നത് ആ വ്യക്തിയെ ഏജന്റ് അല്ലെങ്കിൽ അറ്റോർണി എന്നും പറയും. ഉദാഹരണത്തിന്, വിദേശത്തുള്ളൊരു മകൻ നാട്ടിലെ സ്ഥലം വിൽക്കാൻ വേണ്ടി അച്ഛന് അധികാരം കൊടുക്കുന്നു. ഇവിടെ മകനാണ് പ്രിൻസിപ്പൽ, അച്ഛനാണ് ഏജന്റ്. ഈ 2 വാക്കുകളും ഓർത്തുവെക്കണം, പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെയാണ് പലർക്കും തെറ്റുപറ്റാൻ സാധ്യതയുള്ളൊരു ഭാഗം. ഒരു POAയെ നിയന്ത്രിക്കുന്നത് ഒരൊറ്റ നിയമമല്ല, പല നിയമങ്ങൾ ഇതിന് ബാധകമാണ്. പവർ ഓഫ് അറ്റോർണി ആക്ടാണ് അടിസ്ഥാനമെങ്കിലും പ്രിൻസിപ്പലും ഏജന്റും തമ്മിലുള്ള ബന്ധം വരുന്നത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലെ ഏജൻസി നിയമങ്ങളുടെ കീഴിലാണ്. ഇനി ആ POA ഒരു സ്ഥലം വിൽക്കാനോ വാങ്ങാനോ ആണെങ്കിൽ രജിസ്ട്രേഷൻ ആക്ടും വരും. പോരാത്തതിന് ഇതിന്മേൽ കൃത്യമായ സ്റ്റാമ്പ് ഡ്യൂട്ടി അടക്കണമെന്ന് ഇന്ത്യൻ സ്റ്റാമ്പ് ആക്ടും പറയുന്നു. ഈ നിയമങ്ങളെല്ലാം എങ്ങനെ ഒരുമിച്ച് പ്രവർത്തിക്കുന്നുവെന്ന് മനസ്സിലാക്കിയാൽ 1 മാർക്ക് ഉറപ്പാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാറിന്റെ താക്കോലിന്റെ ഉദാഹരണം ഓർമ്മില്ലേ? അതുവച്ച് ഇത് സിമ്പിളായി മനസ്സിലാക്കാം. ജനറൽ പവർ ഓഫ് അറ്റോർണി അഥവാ GPA എന്ന് പറയുന്നത് ഒരു മാസ്റ്റർ കീ പോലെയാണ്. അത് കൊടുത്താൽ നിങ്ങളുടെ ഏതാണ്ട് എല്ലാ കാര്യങ്ങളും നോക്കാൻ ഏജന്റിന് പറ്റും. പക്ഷേ സ്പെഷ്യൽ പവർ ഓഫ് അറ്റോർണി അഥവാ SPA അങ്ങനെയല്ല. അതൊരു പ്രത്യേക കാര്യത്തിനു വേണ്ടി മാത്രമുള്ളതാണ്. ഉദാഹരണത്തിന്, ഒരു വീട് വിൽക്കാൻ മാത്രം. ആ ഒരു ഇടപാട് കഴിഞ്ഞാൽ ആ താക്കോലിന് പിന്നെ വിലയില്ല. ഈ താരതമ്യം ഓർത്തുവെച്ചാൽ മതി. ഇനി കുറച്ചുകൂടി ആഴത്തിലുള്ള 2 തരം POAകളെപ്പറ്റി പറയാം. ഒന്നാമത്തേത് ഡ്യൂറബിൾ POA. പ്രിൻസിപ്പളിന് പെട്ടെന്ന് അസുഖം വന്ന് കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നാലും ഈ POA നിലനിൽക്കും. ഏജന്റിന് കാര്യങ്ങൾ തുടർന്നും ചെയ്യാൻ പറ്റും. എന്നാൽ പരീക്ഷയിലെ ട്രിക്കി ചോദ്യങ്ങൾ വരുന്നത് 2ാമത്തെ ഐറ്റത്തിൽ നിന്നാണ്. ഈ റിവോക്കബിൾ POA, അതായത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ കൊടുത്ത POA തിരിച്ചെടുക്കാൻ അഥവാ റദ്ദാക്കാൻ പറ്റില്ല. എന്താണ് ആ സാഹചര്യം എന്നല്ലേ? ഈ ഉദാഹരണം ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. ഒരു ബിൽഡർ സ്വന്തം കാശ് മുടക്കി ഒരു ഫ്ളാറ്റ് കോംപ്ലക്സ് പണിയുന്നു. ആ ഫ്ളാറ്റുകൾ വിൽക്കാൻ വേണ്ടി ഭൂമിയുടെ ഉടമ ബിൽഡർക്ക് ഒരു POA കൊടുക്കുന്നു. ഇവിടെ നോക്കൂ, ഏജന്റായ ബിൽഡർക്ക് ആ ഇടപാടിൽ സ്വന്തമായൊരു സാമ്പത്തിക താൽപ്പര്യമുണ്ട്. അദ്ദേഹത്തിന്റെ നിക്ഷേപം തിരിച്ചുപിടിക്കണം. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലെ സെക്ഷൻ 202 പ്രകാരം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പ്രിൻസിപ്പളിന്, അതായത് ഭൂ ഉടമയ്ക്ക്, ആ POA ഏകപക്ഷീയമായി റദ്ദാക്കാൻ കഴിയില്ല. ഇതിനെയാണ് ഏജൻസി കപ്പിൾഡ് വിത്ത് എൻ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഒരു പരീക്ഷകന്റെ കണ്ണിലൂടെ നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ഒരു POA സാധുവാണോയെന്ന് തീരുമാനിക്കാൻ അവരെന്തൊക്കെ കാര്യങ്ങളായിരിക്കും പരിശോധിക്കുക? 1. കൊടുത്തയാൾക്ക് പ്രായപൂർത്തിയും നല്ല മാനസികാരോഗ്യവും ഉണ്ടായിരുന്നു. 2. നിയമവിരുദ്ധമായ കാര്യത്തിനാണോ ഇത് കൊടുത്തത്? 3. ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയോ പറ്റിച്ചോ ഒപ്പിടുവിച്ചതാണോ? 4. ആവശ്യമായ സ്റ്റാമ്പ് പേപ്പറാണോ ഉപയോഗിച്ചത്? 5. സ്ഥലം വിൽക്കാനുള്ളതാണെങ്കിൽ അത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? ഈ ചെക്ക്ലിസ്റ്റ് ഓർത്തുവെച്ചാൽ ഒരു സാഹചര്യ ചോദ്യം വന്നാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉത്തരം കണ്ടെത്താം. പരീക്ഷയിൽ നിങ്ങളെ കുടുക്കാൻ സാധ്യതയുള്ള ഒരു പോയിന്റാണിത്. ശ്രദ്ധിച്ചു കേൾക്കണം. പൊതുവായ നിയമമനുസരിച്ച് പ്രിൻസിപ്പൽ മരിച്ചാൽ ഒരു സാധാരണ POA അസാധുവാകും. എന്നാൽ
നമ്മൾ നേരത്തെ കണ്ട ബിൽഡറുടെ ഉദാഹരണം ഓർമ്മയില്ലേ? അതൊരു താൽപ്പര്യവുമായി ബന്ധപ്പെട്ട ഇറവോക്കബിൾ POA ആയതുകൊണ്ട് പ്രിൻസിപ്പൽ മരിച്ചാലും അത് നിലനിൽക്കും. കാരണം ഏജന്റിന്റെ സാമ്പത്തിക താൽപ്പര്യം അവിടെ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. ഈ ഒരു വ്യത്യാസം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, അപ്പോൾ പവർ ഓഫ് അറ്റോർണി ക്ലിയറായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് മാൻഡേറ്റിലേക്ക് വരാം. POA ഒരു കാറിന്റെ താക്കോലാണെങ്കിൽ മാൻഡേറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബാങ്കിന് നിങ്ങൾ കൊടുക്കുന്ന ഒരു അനുവാദക്കുറിപ്പ് പോലെയാണ്. വളരെ കൃത്യമായ, പരിമിതമായ ഒരു നിർദ്ദേശം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ അധികാരം കൊടുക്കുന്നത് മറ്റൊരാൾക്കല്ല, മറിച്ച് നിങ്ങളുടെ ബാങ്കിനാണ്. ഇന്നയാൾക്ക് എന്റെ അക്കൗണ്ടിൽ ഇന്ന കാര്യം ചെയ്യാൻ അനുവാദം കൊടുക്കണം എന്നൊരു നിർദ്ദേശമാണ് നിങ്ങൾ ബാങ്കിന് കൊടുക്കുന്നത്. ഉദാഹരണത്തിന്, നിങ്ങളുടെ അക്കൗണ്ടിലെ ചെക്കുകളിൽ ഒപ്പിടാൻ നിങ്ങളുടെ ഒരു ബന്ധുവിനെ ചുമതലപ്പെടുത്തുന്നത് ഒരു മാൻഡേറ്റ് വഴിയാണ്. ഇതിന്റെ അധികാരം ബാങ്കിംഗ് ഇടപാടുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു. POAയിൽ നിന്ന് മാൻഡേറ്റിനെ വ്യത്യസ്തമാക്കുന്നത് ഈ കാര്യങ്ങളാണ്. ഒന്നാമതായി, അധികാരം വളരെ സ്പെസിഫിക് ആയിരിക്കും. മാസം 20,000 രൂപ വരെയുള്ള ചെക്കുകളിൽ ഒപ്പിടാം എന്നതുപോലെ കൃത്യമായി പറഞ്ഞിരിക്കും. ഇത് ബാങ്കിംഗ് ആവശ്യങ്ങൾക്ക് മാത്രമുള്ളതാണ്. ഇത് വെച്ച് ഒരു സ്ഥലം വിൽക്കാൻ പറ്റില്ല. എപ്പോൾ വേണമെങ്കിലും ബാങ്കിൽ ഒരു കത്ത് കൊടുത്ത് നിങ്ങൾക്കിത് റദ്ദാക്കാം. ഏറ്റവും പ്രധാനമായി, ഇത് അക്കൗണ്ടിന്റെ ഉടമസ്ഥാവകാശം നൽകുന്നില്ല. കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ള അനുവാദം മാത്രമേ നൽകുന്നുള്ളൂ. ഒരു ബാങ്ക് ഒരു മാൻഡേറ്റ് സ്വീകരിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കും? 1. അക്കൗണ്ട് ഉടമ തന്നെയാണോ ഒപ്പിട്ടതെന്ന് ഉറപ്പുവരുത്തും. 2. ആർക്കാണ് അധികാരം കൊടുക്കുന്നതെന്ന് വ്യക്തമായിരിക്കണം. 3. ആ വ്യക്തിയുടെ സാമ്പിൾ ഒപ്പ് ബാങ്കിൽ വാങ്ങിവച്ചിരിക്കണം, ചെക്കിലെ ഒപ്പുമായി ഒത്തുനോക്കാൻ. 4. എന്തൊക്കെ ചെയ്യാം എന്ന് വ്യക്തമായി എഴുതിയിരിക്കണം. ഈ കാര്യങ്ങൾ ഒരു ബാങ്കിന്റെ ഭാഗത്തുനിന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് പരീക്ഷയിലെ എളുപ്പത്തിൽ ഓർത്തെടുക്കാം. ശരി, നമ്മൾ ഇതുവരെ സംസാരിച്ചത് ജീവിച്ചിരിക്കുന്ന ഒരാൾ മറ്റൊരാൾക്ക് അധികാരം കൊടുക്കുന്നതിനെക്കുറിച്ചാണ്. എന്നാൽ ഇനി നമ്മൾ കാണാൻ പോകുന്നത് തികച്ചും വ്യത്യസ്തമായൊരു നിയമ സാഹചര്യമാണ്: പ്രൊബേറ്റ്. ഇത് പിന്തുടർച്ചാവകാശ നിയമവുമായി ബന്ധപ്പെട്ടതാണ്. ഇത് അധികാരം നൽകുന്നതിനെക്കുറിച്ചല്ല, മറിച്ച് ഒരു വിൽപത്രത്തിലൂടെ കിട്ടിയ അധികാരം കോടതി മുഖേന സ്ഥിരീകരിക്കുന്നതിനെക്കുറിച്ചാണ്. സിമ്പിളായി പറഞ്ഞാൽ, ഒരു വിൽപത്രത്തിന് കോടതി കൊടുക്കുന്ന ഒരു ഒറിജിനാലിറ്റി സർട്ടിഫിക്കറ്റ് ആണ് പ്രൊബേറ്റ്. ഒരാൾ മരിച്ചുകഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ വിൽപത്രം നിയമപരമായി ശരിയായതാണെന്നും ആ വിൽപത്രത്തിൽ പറഞ്ഞിട്ടുള്ള എക്സിക്യൂട്ടർക്ക്, അതായത് വിൽപത്രം നടപ്പാക്കാൻ ചുമതലപ്പെട്ടയാൾക്ക്, സ്വത്തുക്കൾ കൈകാര്യം ചെയ്യാൻ അധികാരമുണ്ടെന്നും കോടതി സാക്ഷ്യപ്പെടുത്തുന്ന പ്രക്രിയയാണിത്. ആ സാക്ഷ്യപത്രമാണ് പ്രൊബേറ്റ്. അപ്പോ എല്ലാ വിൽപത്രത്തിനും പ്രൊബേറ്റ് എടുക്കണോ? വേണ്ട. പക്ഷേ ചില സാഹചര്യങ്ങളിൽ ഇത് നിർബന്ധമാണ്. ഇന്ത്യൻ സക്സഷൻ ആക്ട് പ്രകാരം മുംബൈ, ചെന്നൈ, കൊൽക്കത്ത പോലുള്ള പഴയ പ്രസിഡൻസി നഗരങ്ങളിൽ വെച്ച് തയ്യാറാക്കിയ വിൽപത്രങ്ങൾക്ക് പ്രൊബേറ്റ് നിർബന്ധമാണ്. മറ്റു സ്ഥലങ്ങളിൽ സ്വത്ത് കൈമാറ്റം ചെയ്യുമ്പോൾ ഭാവിയിൽ തർക്കങ്ങൾ വരാതിരിക്കാൻ പ്രൊബേറ്റ് എടുക്കുന്നത് നല്ലതാണ്. അതുപോലെ വലിയ തുകയുള്ള ബാങ്ക് നിക്ഷേപങ്ങൾ വിട്ടുനൽകുന്നതിന് മുൻപ് ബാങ്കുകളും സാധാരണയായി പ്രൊബേറ്റ് ആവശ്യപ്പെടാറുണ്ട്. ഈ വ്യത്യാസം പരീക്ഷയ്ക്ക് പ്രധാനമാണ്. ഒരു വിൽപത്രത്തിന് പ്രൊബേറ്റ് നൽകുന്നതിന് മുൻപ് കോടതി ചില കാര്യങ്ങൾ ഉറപ്പുവരുത്തും. ആ വിൽപത്രം നിയമപ്രകാരം തന്നെയാണോ തയ്യാറാക്കിയത്? എഴുതിയ സമയത്ത് ആൾക്ക് നല്ല ബുദ്ധിയും ഓർമ്മയും ഉണ്ടായിരുന്നോ? കുറഞ്ഞത് 2 സാക്ഷികൾ അതിൽ ഒപ്പിട്ടിട്ടുണ്ടോ? വിൽപത്രത്തിൽ പേര് പറഞ്ഞിട്ടുള്ള എക്സിക്യൂട്ടർ തന്നെയാണോ അപേക്ഷ നൽകിയിട്ടുള്ളത്? ഇതെല്ലാം പരിശോധിച്ച് ഒരു പൊതു അറിയിപ്പും നൽകി ആർക്കും എതിർപ്പില്ലെന്നുറപ്പാക്കിയ ശേഷമാണ് കോടതി പ്രൊബേറ്റ് നൽകുന്നത്. ഇതുവരെ നമ്മൾ ഓരോന്നും എന്താണെന്ന് വിശദമായി കണ്ടു. ഇനി പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഭാഗത്തേക്ക് വരാം. ഇവ മൂന്നും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഒറ്റനോട്ടത്തിൽ മനസ്സിലാക്കാം. ഇതോടെ നിങ്ങളുടെ മനസ്സിൽ വ്യക്തമായൊരു ചിത്രം തെളിയും. ഈ ടേബിൾ നിങ്ങളുടെ റിവിഷന് വളരെ ഉപകാരപ്പെടും. ഇതിലെ പ്രധാന വ്യത്യാസങ്ങൾ നോക്കൂ. 1. ഒരു ഏജൻസി രേഖ. അടുത്തത് ഒരു ബാങ്കിംഗ് നിർദ്ദേശം. മൂന്നാമത്തേത് ഒരു കോടതി സർട്ടിഫിക്കറ്റ്. ഇവയെ ഭരിക്കുന്ന നിയമങ്ങൾ തന്നെ തികച്ചും വ്യത്യാസമാണ്. അതുകൊണ്ട് തന്നെ ഇവയുടെ പ്രയോഗവും വ്യത്യസ്തമായിരിക്കും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം ആ അവസാനത്തെ വരിയിലാണ്. ഒരാളുടെ മരണത്തോടെ POAയും മാൻഡേറ്റും സാധാരണയായി അവസാനിക്കും. എന്നാൽ പ്രൊബേറ്റ് എന്ന പ്രക്രിയ തുടങ്ങുന്നത് തന്നെ ഒരാളുടെ മരണശേഷമാണ്. ഈയൊരു പോയിന്റ് മാത്രം ഓർത്തുവെച്ചാൽ പോലും നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിയും. ശരി, നമ്മൾ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്. ഇതുവരെ പഠിച്ച കാര്യങ്ങളിൽ നിന്ന് പരീക്ഷാ ഹാളിലേക്ക് പോകും മുൻപ് തീർച്ചയായും ഓർത്തിരിക്കേണ്ട ഏറ്റവും നിർണായകമായ ചില നിയമവകുപ്പുകൾ ഏതെല്ലാമാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ നിയമങ്ങളൊക്കെ കാണുമ്പോൾ ഒരു പേടി തോന്നാം, സ്വാഭാവികമാണ്. പക്ഷെ പേടിക്കേണ്ട. ഓരോന്നിന്റെയും അടിസ്ഥാന സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കുക. POA ഒരു ഏജൻസിയാണ്, മാൻഡേറ്റ് ഒരു ബാങ്കിംഗ് നിർദ്ദേശമാണ്, പ്രൊബേറ്റ് ഒരു കോടതി സാക്ഷ്യപ്പെടുത്തലാണ്. ഈ ബേസിക് ഐഡിയ നിങ്ങളുടെ മനസ്സിലുറച്ചാൽ ബാക്കി നിയമവകുപ്പുകൾ എളുപ്പത്തിൽ ഓർത്തെടുക്കാൻ പറ്റും. POA, മാൻഡേറ്റ് എന്നിവയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുടെ എല്ലാം നട്ടെല്ല് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലെ ഈ വകുപ്പുകളാണ്. ഇതിൽ ആ സെക്ഷൻ 22
അതെപ്പോഴും ചോദ്യം വരുന്നൊരു ഭാഗമാണ്. റദ്ദാക്കാൻ കഴിയാത്ത POAയെക്കുറിച്ചുള്ള ആ ഭാഗം പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇത് നിങ്ങൾക്ക് അധിക മാർക്ക് നേടി തന്നേക്കാം. വിൽപ്പത്രങ്ങളെയും പ്രൊബേറ്റിനെയും സംബന്ധിച്ച ഏത് ചോദ്യം വന്നാലും ഈ വകുപ്പുകൾ നിങ്ങളുടെ മനസ്സിൽ വരണം. ഒരു വിൽപ്പത്രം സാധുവാകാൻ എന്തൊക്കെ വേണം എന്ന് പറയുന്ന സെക്ഷൻ 63 വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ ഒരു പ്രൊബേറ്റ് കൊടുത്തതിന് ശേഷം കോടതിക്ക് അത് റദ്ദാക്കാൻ അധികാരമുണ്ടെന്ന് പറയുന്ന സെക്ഷൻ 263 ശ്രദ്ധിച്ചുവെക്കുക. ശരി, നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ഉപയോഗിച്ച് ഉത്തരം കണ്ടെത്താനുള്ളൊരു ചോദ്യമാണിത്. ഒരു NRIക്ക് അദ്ദേഹത്തിന്റെ ബാങ്ക് അക്കൗണ്ട് നോക്കാനും തറവാട്ട് സ്വത്ത് വിൽക്കാനും സഹോദരന് അധികാരം കൊടുക്കണം. ഏതൊക്കെ രേഖകൾ വേണ്ടിവരും? ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇവിടെ 2 വ്യത്യസ്ത ആവശ്യങ്ങളാണുള്ളത്, അല്ലേ? ബാങ്ക് അക്കൗണ്ട് കൈകാര്യം ചെയ്യാൻ ഒരു മാൻഡേറ്റ് മതിയാകും. എന്നാൽ ഒരു സ്ഥാവര വസ്തുവായ തറവാട്ട് സ്വത്ത് വിൽക്കാൻ കുറച്ചുകൂടി വിശാലമായ അധികാരം വേണം. അതുകൊണ്ട് ആ ഒരു പ്രത്യേക കാര്യത്തിനായി രജിസ്റ്റർ ചെയ്ത ഒരു സ്പെഷ്യൽ പവർ ഓഫ് അറ്റോർണി SPA തന്നെ വേണം. അപ്പോൾ ഉത്തരം ഒരു മാൻഡേറ്റും ഒരു SPAയും. ഈ വ്യത്യാസം നിങ്ങൾക്കിപ്പോൾ കൃത്യമായി മനസ്സിലായെന്ന് കരുതുന്നു. ഈ വിഷയത്തിൽ നിന്ന് വരുന്ന ഏതു ചോദ്യത്തിനും ഇനി ആത്മവിശ്വാസത്തോടെ ഉത്തരം നൽകാൻ നിങ്ങൾക്ക് കഴിയും.